ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. കുറേ കാലത്തിന് ശേഷം ഞാൻ ഒരു വീഡിയോ എടുക്കണം കേട്ടോ. കുറേ ദിവസങ്ങളായി മടി പിടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും മടി മാറ്റി ഞാൻ കുറേ സാധനങ്ങളുടെ റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുക. ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ. കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹോണസ്റ്റ് റിവ്യൂ. ഓക്കെ, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബേബി കണ്ണൻ. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാൻ പോവാണ്. എന്താ ഞാൻ വരാതിരുന്നേ, ഇല്ലെങ്കിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നതെന്ന് പറയാൻ കാരണം, ഞാൻ കുറച്ച് കാലം സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈസ്കൂളും നമുക്ക് നോട്ട്സ് കൊടുക്കാനും അതേപോലെ അത്യാവശ്യം നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. 10ാം ക്ലാസ് കുട്ടികൾക്കും കൂടെ ക്ലാസ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈവനിങ് ക്ലാസ്സസ് ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് കുറച്ച് ഞാൻ ബിസി ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞാൻ ഈ വർഷം പോയില്ല, കാരണം നമുക്ക് ഓണം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. വേറൊരു സന്തോഷ വാർത്തയൊക്കെ പറയാനുണ്ട്, അതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ ആ സന്തോഷ വാർത്തയ്ക്ക് മുമ്പായിട്ട് ഞാൻ വാങ്ങിച്ച കുറേ സാധനങ്ങളുടെ റിവ്യൂ, ഞാൻ യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ അതിൽ വലിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഇട്ടിരിക്കുന്ന ടോപ്പ് കേട്ടോ. ഈ ടോപ്പ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞ ഒരു മീഷോ ഹോളാണ് ഉദ്ദേശിക്കുന്നത്. മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇഷ്ടം പോലെ സാധനങ്ങൾ കാണിക്കാനുണ്ട്. അത് ഡ്രസ്സുണ്ട്, അതേപോലെ വേറെ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സിൻ്റെ ഞാൻ വേറൊരു ദിവസം മാറ്റി വയ്ക്കുകയാണ്. ഞാൻ കുറേ ഐറ്റംസ് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഈ ഒരു കുട്ടി ബോക്സാണ്. ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വിചാരിക്കേണ്ട, എനിക്ക് കുറേ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. പണ്ട് തൊട്ടേ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ പണ്ട് തൊട്ട് ബക്കറ്റ് ലിസ്റ്റ് എന്നൊരു സാധനം ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ ഈ ഇടയ്ക്ക് കുറച്ച് കൊറിയൻ ഡ്രാമാസൊക്കെ ഞാൻ ഈ കോളേജ് തൊട്ട് പഠിച്ച് കേട്ടൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് പറയാൻ തുടങ്ങിയതാണ് ഈ ബക്കറ്റ് ലിസ്റ്റൊക്കെ. ഇല്ലയെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടി കുട്ടി ആശകൾ. അപ്പോൾ ആ ആശകളുടെ കൂട്ടത്തിലുള്ള സാധനമായിരുന്നു ഇതാ. ഇത് കണ്ടപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല, ഇത് കുറച്ച് നെയിൽ പോളിഷസ് ആണ് കേട്ടോ. എനിക്ക് നഖം വളർത്തുന്ന ഭയങ്കര ഇഷ്ടം. ഇപ്പം ഞാൻ നഖം വളർത്തിയിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇപ്പം ഞാൻ കുറേ നഖമൊക്കെ വളർത്തി. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് നഖത്തിന് കുറേ ഫാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്യാണ്. മൈ ഡിയർ ഫ്രണ്ട് നിമിഷ, റിയലി മിസ് ചെയ്യും. ആ കുട്ടി എനിക്ക് ആദ്യമായിട്ട് നെയിൽ പോളിഷ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അച്ചു നീ ഇട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ വിളിക്കാം. അപ്പോൾ അച്ചു നീ ഇട് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലിട്ട് തരും. പാവം കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഞാനാണല്ലോ ഇടുക. ഞാനാണെങ്കിൽ 2 കയ്യിലും നല്ലോണം അടിക്കും കേട്ടോ, എന്നിട്ടൊക്കെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ മെമ്മറീസ് ആലോചിക്കുകയാണ്. അപ്പോൾ ഇതെന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എത്ര രൂപ, 170 റുപ്പീസിനാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. എനിക്ക് അല്ലറ ചില്ലറ കോയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ടപ്പോൾ വാങ്ങിച്ചതിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഈ മുതൽ വാങ്ങിച്ചിരിക്കുന്നത്. ഈ മുതൽ സത്യം പറഞ്ഞു വെച്ച് ഞാൻ മോശമാണ് എനിക്ക് പറയാനുള്ളത്. കുറേ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യം ഞാൻ കളേഴ്സ് കാണിച്ചു തരാം, എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ റിവ്യൂവും കൂടെ പറയാം. ഒന്നാമത്തെ കളർ ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. രണ്ടാമത്തത് മെറൂൺ ഷെയ്ഡാണ്. എനിക്കിത് നല്ല കളർ നല്ല ഇഷ്ടപ്പെട്ടു. മെറൂൺ ഷെയ്ഡ് എൻ്റെ അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അടുത്തത് ഡാർക്ക് പർപ്പിളാണ് കേട്ടോ. ഡാർക്ക് പർപ്പിൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ഗ്രേ കളറാണ്, ഒരു സിമൻറ്റ് ഗ്രേ കളറാണ്. പിന്നെ കാണുന്നുണ്ടോ, ഇതൊരു ബ്രൗണിഷ് കളറാണ് കേട്ടോ. പിന്നെ ആ ബ്രൗണിൻ്റെ തന്നെ ഒരു വേറിട്ട കളർ. അത് ഇത് കണ്ടോ, ഇങ്ങനെ 3 കളർ ചേർത്തി പിടിക്കുമ്പോൾ അതിൻ്റെ ചെറിയ കളർ ചേഞ്ചസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ചെറിയ പൊടിക്ക് കളർ ചേഞ്ചസേ ഉള്ളൂ. അത് നമ്മൾ നല്ല ഫെയർ ആണെന്ന് വെച്ചാൽ നമുക്കൊന്നും അങ്ങനെയൊന്നും കാണില്ല. എൻ്റെ മുഖം അത്ര ഫെയർ അല്ല, പക്ഷേ എൻ്റെ കൈ അത്യാവശ്യം ഫെയർ ആണ്. വെയിൽ കൊള്ളാത്തതുകൊണ്ടല്ല കേട്ടോ, ഞാൻ അത്യാവശ്യം സ്കൂട്ടിയും കാറൊക്കെ ഓടിക്കുന്നതാണ്. കണ്ടോ, ടാനൊക്കെ ഉണ്ട്, നല്ലപോലെ ടാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഒരു എന്താ പറയുക, ശവനാറിപ്പൂ എന്നൊക്കെ പറയില്ലേ, ആ പൂവിൻ്റെയൊക്കെ ഒരു കളറാണ്. ഏതളിൻ്റെയൊക്കെ കളറാണ്. പിന്നെ അടുത്തത് ഒരു സ്കിൻ കളറാണ്. സ്കിൻ കളർ എന്ന് പറയണ്ടേ, ഫെയർ സ്കിൻ കളർ. ഒരു ഡീപ്പ് സ്കിൻ കളർ അങ്ങനെ വേണമെങ്കിൽ പറയാമല്ലോ അല്ലേ. പിന്നെ ഒരു വൈറ്റ് ഉണ്ട്. പിന്നെ ഇതൊരു പ്രത്യേക കളർ കേട്ടോ. ഇതൊരു റാണി പിങ്ക് എന്ന് പറയില്ലേ, ആ ഒരു എന്താ പറയുക, അടിപൊളി ഷെയ്ഡാട്ടോ, അടിപൊളി ഷെയ്ഡ്. ഞാൻ ഇത് ഇട്ട് കാണിച്ചു തരാം കേട്ടോ, ഇല്ലെങ്കിൽ മെറൂൺ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കളറാണ്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഒരു ചില്ലി റെഡ് ഉണ്ട് കേട്ടോ, നല്ല ചില്ലി റെഡാണ്. അപ്പോൾ ഇത്രയും കളേഴ്സ് കാണിച്ചു തരാം, മൊത്തത്തിൽ കാണിച്ചു തരാം. എല്ലാം കൂടെ എനിക്ക് പിടിക്കാൻ പറ്റണില്ല. അപ്പോൾ ഇത്രയും കളേഴ്സ്, ഏകദേശം 12 കളേഴ്സാണ് നമുക്ക് കിട്ടിയത്. 170 റുപ്പീസിന്
പൈസ വെച്ച് നോക്കുമ്പോൾ വേർത്താണ്. പക്ഷേ ഈ പൈസയ്ക്കുള്ള ഉപയോഗം ഇതിനില്ല. കാരണം 2 ദിവസം മാക്സിമം കേട്ടോ. അതും പണിയൊന്നും എടുക്കാത്തവരും കുളിക്കാത്തവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിൽക്കുള്ളൂ. അല്ല അത്യാവശ്യം നന്നായി പാത്രം കഴുകുന്ന ആൾക്കാരാണ്, തുണി തിരുമ്പും കുളിയും 2 നേരം കുളിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെന്ന് വെച്ചാൽ അതിങ്ങനെ പേപ്പർ ഇളകി പോകുന്ന പോലെ ഇളകി പോകും. പക്ഷേ ഇതിൻ്റെ അങ്ങനെ മോശം സ്മെല്ലോ അങ്ങനെ ഉള്ള ഒരു പ്രശ്നം, ഇറിറ്റേഷൻ അങ്ങനെ ഒന്നുമില്ല, കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി മാറ്റി ഇടാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തരക്കേടില്ലാന്നേ പറയാനുള്ളൂ. പക്ഷേ ഇത് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. 170 റുപ്പീസിന് നമ്മൾ 12 കളർ കിട്ടിയതുകൊണ്ട് അത്ര വലിയ വർത്താണെന്നും തോന്നിയില്ല. ഞാൻ പോപ്പിൻ്റെ 5 കളേഴ്സിൻ്റെ വാങ്ങാമെന്നാണ് വിചാരിച്ച്. പിന്നെ ഇത്രയും കളേഴ്സ് കണ്ടപ്പോൾ ഞാൻ ചാടി ഓടി അങ്ങനെ വീണ് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് ഇട്ട് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ 5 ഫേവറേറ്റ്, ഈ 12 5 ഫേവറേറ്റ് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഓരോ വിരലിലിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തേ കളർ അടിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ഉണങ്ങിയിട്ടില്ല, ജസ്റ്റ് ഉണങ്ങുന്നേ ഉള്ളൂ. ഇതേ ഒരു വയലറ്റ് ഷെയ്ഡാണ്. പിന്നെ ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ റാണി പിങ്ക്, ബ്രൈറ്റ് റെഡ്, പിന്നെ ഇതാണ് മെറൂൺ ഷെയ്ഡ് കേട്ടോ. പിന്നെ റെഡും മെറൂണും വലിയ ഒരു ഇത് തോന്നുന്നില്ല. ഇതിപ്പോൾ എന്താ ഫോക്കസ് ആവത്ത് എനിക്കറിഞ്ഞൂടാ, ഫോക്കസ് ആവുന്നില്ല കേട്ടോ. പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. സിംഗിൾ കോട്ടിൽ തന്നെ ഇത്രയും കളേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ന്യൂഡ് കളേഴ്സ് അങ്ങനെയല്ല, ഒരു ഡബിൾ കോട്ട് ചെയ്താലേ ഒരു വൃത്തിയൊക്കെ വരുള്ളൂ. പക്ഷേ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. നമുക്ക് ഈ എന്താണ് ഫങ്ഷന് മാത്രം നെയിൽ പോളിഷ് അടിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എനിക്കത്ര ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നതുകൊണ്ട് എനിക്കത്ര കുഴപ്പമില്ല, അത്ര പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ബോക്സ് ഇതാണ് കേട്ടോ. കഴിഞ്ഞു 12 ഞാൻ അവർ നല്ല പാക്കിംഗ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ബബിൾ റാപ്പൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഇതുപോലെ വേസ്റ്റ് കോട്ടൺ ആണ് കേട്ടോ. കോട്ടൺ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓരോന്നിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പാക്കിങ് ആർക്കോടൊന്നുമില്ല, എന്നാലും സാധനം വെറുത്തായിരിക്കണമല്ലോ, അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സാധനം. ഇതൊരു സാരി കവേഴ്സാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഇതിൽ 6 ഓർഡർ ചെയ്ത്. 1 2 3 4 5 6 7 എനിക്ക് 7 കിട്ടിയിരിക്കുന്നു. ഐ എം സോറി. പിന്നെ ഇതിൽ കൂടെ കാണാൻ പറ്റുന്നതാണ്. എല്ലാത്തിനും ഇതേപോലെ 2 സിബുകളുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ഉള്ളുണ്ട് കേട്ടോ. ഇത്രയ്ക്കും വീതിയുള്ള ഉള്ളാണ് അപ്പോൾ ഉള്ളത്. ഇങ്ങനെ ആണ്. അങ്ങനെ എനിക്ക് 7 കിട്ടിയിട്ടുള്ളത്. ഇതാണ് അടുത്ത സാധനം കേട്ടോ. സൂപ്പർ സാധനം. അറിയില്ല. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് ഞാൻ പിന്നെ പറയാം കേട്ടോ.